ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇനി ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. അതായത് എല്ലാം ഈക്വലാക്കി. പക്ഷേ നമ്മളിവിടെ ഈ കോർണർ 4 ചെയ്യുന്ന സമയത്ത്, ഈക്വലാക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് അവിടെ ഇത് ഓൾറെഡി ഈക്വലായി. എന്ന് വെച്ചാൽ ഷഫിളും മാറി അവിടെ ഇരിക്കേണ്ട കറക്റ്റ് സ്ഥലമായി. പക്ഷെ ഇവിടെ രണ്ടിടത്തും എന്താണ്, ഇരിക്കേണ്ടവരാണ് ഇരിക്കുന്നത്, പക്ഷേ ഷഫിൾഡാണ്. ഇവിടെയും ഇരിക്കേണ്ടവനാണ് ഇരിക്കേണ്ടത്, പക്ഷേ ഷഫിൾഡാണ്. ഇനി അവർ ചെയ്യേണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇരിക്കേണ്ടവനാണ് ഇരിക്കുന്നത് ആ ഒരു പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫൈനലാണ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നോക്കിക്കോണം. ഇത് നമ്മുടെ റൈറ്റ് ഭാഗത്ത് വെച്ചിട്ട് ഇത് R2 D2 R1 D1 ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. R2 D2 R1 D1 ഇത് മൂവ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാക്കിയാൽ മതി. ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത്, 2 എന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. അതുകൊണ്ട് ഇതിപ്പം ചെയ്യാൻ വേണം. നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് പിടിക്കേണ്ടത്. ഇത് അടിയിലും അതുകൊണ്ട് ഇവിടെയും കൂടെ ഇവരാണ് ഇനി മൂവ് ചെയ്യുന്നത്. ഒരു എൽ ഷേപ്പ്. R2 D2 R1 D1 R2 D2 R1 D1 R2 D2 R1 D1 R2 D2 R1 D1 ചെയ്യാൻ മറന്നുപോയില്ല, കാരണം അല്ലെങ്കിൽ മൊത്തം തെറ്റും. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഇനി ഒന്ന് ഇപ്പം കറക്റ്റ് ക്ലിയറായി. ഇനി തിരിക്കേണ്ടത് എന്ത് ചെയ്യണം, ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ഈ ലെയർ ഇതേപടി കറക്റ്റ് ഇവിടെ കൊണ്ടുവെക്കുക, എന്നിട്ട് ഇവിടെ പിടിക്കുക, അല്ലെങ്കിൽ മൊത്തം തെറ്റും. പിന്നെ എന്ത് ചെയ്യണം, ഈ സെയിം സ്റ്റെപ്പ് ചെയ്യണം. അതുപോലെ എത്ര പേര് ക്ലിയർ ആകത്തുണ്ടോ അവരെല്ലാം കറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ 2 പേരുള്ളതിന് 2 പേര് ചെയ്യുന്നു. R2 D2 R1 D1 R2 D2 R1 D1 കണ്ട, ഇത്രയുള്ള കാര്യം. ഇതാണ് ട്രിക്കോമാനിയ.